വളരെ പെട്ടെന്ന് ഒരു അതിഥിയിലേക്ക് പോവുകയാണ്. നമുക്കൊപ്പം ഇപ്പോൾ മന്ത്രി എം ലിജു ചേരുകയാണ്. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമുള്ള ഒരു പകൽ കടന്നുപോയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ അതിഥിയായി നമുക്കൊപ്പം ചേരുന്നു, ന്യൂസ് 18 ചേരുന്നു. ശ്രീ എം ലിജു, സ്വാഗതം. ഒരു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമുള്ള പകലാണ് കടന്നുപോയിരിക്കുന്നത്. ഒരുപാട് പേർ കാണാൻ വന്നിട്ടുണ്ട്, ഒരുപാട് സ്വീകരണങ്ങൾ ഉണ്ടായിരുന്നു. മന്ത്രി എന്ന നിലയിൽ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത പകൽ എങ്ങനെയായിരുന്നു? മന്ത്രി എന്ന നിലയിൽ ഔദ്യോഗികമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ മറ്റു തരത്തിൽ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്ന, എൻ്റെ മണ്ഡലത്തിൽ നിന്ന് വന്ന പ്രവർത്തകരുമായും ഒക്കെ സംസാരിക്കുകയായിരുന്നു. കൂടാതെ അനൗപചാരികമായ ചർച്ചകൾ, അതായത് ഓഫീസ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം മുന്നോട്ട് പോയത്. പിന്നെ ഇന്ന് രാവിലെ മാതൃഭൂമിയുടെ മന്ത്രിമാരുടെ എല്ലാവരുമായിട്ടുള്ള ഒരു അവരുടെ ഓഫീസ് സന്ദർശനവുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു. സ്വയം ഒരു മന്ത്രിയായി ആ നിലയിലേക്ക് മനസ്സ് പരുവപ്പെട്ട് കഴിഞ്ഞോ? അല്ല, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എനിക്കൊരു ഒരു മാറ്റത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മുമ്പ് എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ അതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവേണ്ട കാര്യങ്ങളില്ല. പക്ഷെ കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി, കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. അതാണ്, അത്രമാത്രമേ ഉള്ളൂ. അതല്ലാതൊരു വേറൊരു തരത്തിൽ ഇതുവരെ മന്ത്രിയല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരുന്നു, ഒരു പൊതുപ്രവർത്തകനായിരുന്നു, ഇപ്പം മന്ത്രിയായി കഴിയുമ്പോൾ വേറൊരു മാറ്റം, അങ്ങനെയില്ല. ഒരു പ്രവർത്തന രംഗത്ത് കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കണമെന്നുള്ളത് മാത്രമേ ഒരു മാറ്റം എന്ന തരത്തിൽ മനസ്സിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു കാര്യം. ലിജു, താങ്കൾ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. താങ്കൾ അതിൻ്റെ ആഹ്ലാദത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് മണ്ഡലത്തിൽ ആരെയാണോ തോൽപ്പിച്ചത് ആ എതിർ സ്ഥാനാർത്ഥി കരഞ്ഞോട്ടു പിടിച്ചാണ് ലിജു ജയിച്ചത് എന്ന് പറഞ്ഞൊരു വീഡിയോ സമൂഹ മാധ്യമത്തിൽ ഇട്ടത്. കരഞ്ഞോട്ടു പിടിച്ചു, മാത്രവുമല്ല തന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന നിലയിലായിരുന്നു പ്രചരണം എന്നും കൂടി പറഞ്ഞു. ആ നല്ല ഒരു ദിവസത്തിൻ്റെ ഒരു പ്രഭ ഇച്ചിരി കുറച്ചോ ആ വിമർശനങ്ങൾ? അതിലൊന്നും ഒരു അർത്ഥമില്ല. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചത് എന്താണ് എന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾക്കുൾപ്പെടെ അറിയാം. ഞാൻ കായംകുളത്തെ ജനതയോട് എനിക്കൊരു അവസരം നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. കേരളത്തിലും കായംകുളത്തും ഒരു മാറ്റം വേണം എന്ന കാര്യം മുന്നോട്ട് വെച്ചു. ഒരു വികസന അജണ്ട മുന്നോട്ട് വെച്ചു. നിയമസഭാ പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു. ജനം അതിനെ അംഗീകരിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് CPMൻ്റെ വലിയ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ ഭൂരിപക്ഷം ലഭിക്കുകയും കായംകുളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ഞാൻ വിജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലാവധി, അതായത് എൻ്റെ ടെന്യൂർ, നിയോജകമണ്ഡലത്തിന് ഏറ്റവും മികച്ച പ്രവർത്തനം ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഒരു മന്ത്രിസ്ഥാനം കൂടി പാർട്ടി മുന്നണി നൽകിയിട്ടുണ്ട്. അത് വളരെ ഉത്തരവാദിത്തത്തോടെ, സത്യസന്ധതയോടെ ഭാവി കേരളത്തിന് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യുക. നാടിൻ്റെ നയരൂപീകരണത്തിൽ വളരെ ഒരു മന്ത്രിയുടെ രീതിയിൽ, ഒരു പൊതുപ്രവർത്തകൻ്റെ രീതിയിൽ പങ്കുവഹിക്കുക. ഇതിനപ്പുറത്ത് ഇതിൽ നിന്നും ഡൈവേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യത്തിലും പ്രതികരണം പോലും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തിൽ വെച്ച് പുലർത്തുന്ന നിലപാട്. ഇതൊക്കെ തന്നെ ബഹുമാന്യായ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അവരുടെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ അവരുടെ പാർട്ടിയെ തന്നെ ബോധ്യപ്പെടുത്തുക. അവരുടെ പാർട്ടി അത്തരത്തിൽ പ്രതികരിക്കട്ടെ. അവർ തമ്മിലൊക്കെയാണല്ലോ സംഭാഷണങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടുള്ളത്. എനിക്കിതിലൊന്നും താല്പര്യമില്ല. എൻ്റെ ഫോക്കസ് വളരെ കൃത്യമാണ്. മറ്റൊന്നിലും ഇത്തരം കാര്യങ്ങളിലൊന്നും വഴിതെറ്റി പോകേണ്ട കാര്യം എനിക്കില്ല. തീർച്ചയായും. അപ്പോൾ ഈ ഒരു പ്രചരണത്തിൻ്റെ സമയത്ത് വലിയ ഒരു വൈകാരിക പ്രതികരണം ഈ തോൽവിയെക്കുറിച്ച് നടത്തുന്ന സമയത്താണ് ഇങ്ങനെ തൊണ്ടയിടറിക്കൊണ്ട് ലിജു സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയൊന്നും വേണ്ടായിരുന്നു. ആ നിമിഷത്തെ ഇപ്പോൾ അങ്ങനെ വന്നു പോയല്ലോ എന്നോർത്ത് പഴിക്കുന്നുണ്ടോ? അങ്ങനെ കരഞ്ഞു എന്ന് എല്ലാവരും പറയുകയാണ്. അന്ന് വാർത്തകൾ വന്നു, അതിനുശേഷം ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥി പറയുന്നു. അപ്പോൾ എല്ലായ്പ്പോഴും അതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വൈകാരികമായിട്ടുള്ള ആ നിമിഷത്തെ ഇപ്പോൾ പഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? എന്തിന്
ഞാൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിച്ചത് പ്രവർത്തകരുടെയും ജനങ്ങളുടെയും മുമ്പിലാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച സഹപ്രവർത്തകരൊക്കെ തന്നെ എന്നെ സംബന്ധിച്ച് നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് പറയുകയുണ്ടായി. മുൻപ് നടന്ന തിരഞ്ഞെടുപ്പുകളിലെ പരാജയത്തെക്കുറിച്ച് സംസാരിച്ചു. സ്വാഭാവികമായി ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ പ്രവർത്തകരോടും എൻ്റെ സഹപ്രവർത്തകരോടും സംസാരിക്കുമ്പോൾ ഞാൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ അജണ്ട, എൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കും. ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കും, ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് KSUവിൽ അംഗത്വമെടുത്ത് പ്രവർത്തനം തുടങ്ങുന്നത്. നീണ്ട വർഷങ്ങൾ, 47 വയസ്സിനിടയ്ക്ക് ഏകദേശം 4 പതിറ്റാണ്ടിനടുത്ത് കോൺഗ്രസും അതിൻ്റെ വിദ്യാർത്ഥിജന പ്രസ്ഥാനങ്ങളുമായി പ്രവർത്തിച്ചാണ് മുന്നോട്ട് പോയത്. മത്സരിക്കാൻ അവസരം ലഭിച്ചതൊക്കെ CPM ശക്തി കേന്ദ്രങ്ങളിലായിരുന്നു, കായംകുളത്തും അമ്പലപ്പുഴയിലും ഒക്കെ തന്നെ. ശ്രീ G. സുധാകരനെ പോലുള്ള നേതാക്കന്മാരായിട്ടാണ് ആദ്യമായി മത്സരിച്ചത്. സ്വാഭാവികമായും 3 തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് 4ാമതൊരു തവണ കൂടി മത്സരിക്കുമ്പോൾ എനിക്കൊരു അവസരം നൽകണം എന്ന് സംസാരിച്ചു. അത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിച്ചപ്പോഴും പൊതുപ്രവർത്തന രംഗത്തും സത്യസന്ധമായ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി വെച്ച് പുലർത്തിയിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ എന്നിട്ടും നമുക്ക് ജയിക്കാൻ സാധിച്ചില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കടുത്ത CPM കേന്ദ്രങ്ങളിലൊക്കെയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ ഒരു അവസരം നൽകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തൊണ്ടയിടറി. എന്തിനാണ് അതിനകത്ത് ഖേദിക്കേണ്ട കാര്യം എന്താ? കാരണം ഒരു മനുഷ്യരല്ലേ നമ്മൾ. മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടയിറുമ്പോൾ നമുക്ക് മനസ്സിൽ എന്താ പറയുന്നത്, നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ജീവിതം, ഇതെല്ലാം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ മനസ്സിൽ ഒരു ഗദ്ഗതം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മറച്ചു വെക്കേണ്ട കാര്യം എന്താ? അതിന് ഖേദം പ്രകടിപ്പിക്കേണ്ട കാര്യം എന്താണ്? അത് മനുഷ്യരായതുകൊണ്ടാണ് അത്തരത്തിൽ ചിന്തിക്കേണ്ടത്. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കാറില്ലേ? അതല്ലാതെ നമ്മൾ ബലം ഉദ്ദേശിച്ചത് ലിജു ഇപ്പോ ഇതിന് ശേഷം ഫലം വന്നതിന് ശേഷം പാർട്ടിയിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞു. അത് ഒരു പൊടിക്ക് അടങ്ങൂ എന്ന് പറയുകയാണ്. അതൊരു നല്ല ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്. പക്ഷേ അവിടെ എന്തായിരുന്നു? സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ താങ്കൾ ആക്രമിക്കപ്പെട്ടു. അതിനുശേഷം പറഞ്ഞു കരഞ്ഞു കയറി വന്നതാണ്, എന്നിട്ട് ഇപ്പോൾ പറയുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞൊക്കെയുള്ള വലിയ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നു. എല്ലായിടത്തും ഈ കരഞ്ഞത് ഇങ്ങനെ കോട്സിൽ വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയോ ആ നിമിഷത്തെ ഇപ്പോൾ അത് വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ വന്നു പോയല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്. ഒരിക്കലല്ല. ഇല്ല. ഞാൻ അത് ആത്മാർത്ഥമായ ജനങ്ങളോട് സംസാരിച്ചാണല്ലോ. ഇപ്പോൾ കായംകുളം പോലെ ഒരു നിയമസഭാ മണ്ഡലം ഡീലിമിറ്റേഷന് ശേഷം ഒരിക്കലും കോൺഗ്രസ് ജയിച്ചിട്ടില്ലാത്ത, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ സീറ്റുകളിലും ലീഡ് ചെയ്യുമ്പോൾ ലോക്സഭയിൽ കോൺഗ്രസ് ജയിക്കുമ്പോഴും പിന്നിൽ പോകുന്നൊരു സ്ഥലം, കടുത്ത CPM ഭൂരിപക്ഷ പ്രദേശങ്ങളുള്ളൊരു സ്ഥലം. അപ്പോൾ അവിടുത്തെ ഒരു ജനതയുടെ മുമ്പാകെ ഞാൻ ആത്മാർത്ഥമായി എൻ്റെ മനസ്സ് തുറന്ന് എൻ്റെ പൊതുപ്രവർത്തന ജീവിതം മുന്നോട്ട് വെച്ച് ഞാനിതുവരെ വെച്ച് പുലർത്തിയ നിലപാടുകൾ മുന്നിൽ വെച്ച് സംസാരിച്ചപ്പോൾ, വൈകാരികമായി സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും ജനം അതിൻ്റെ ആത്മാർത്ഥതയെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കൂടാതെ മാത്രമല്ല അതും ഒരു ഘടകമാണ്. കൂടാതെ മാറ്റത്തിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ മുന്നോട്ട് വെച്ച വികസന രാഷ്ട്രീയ അജണ്ട, ഇതിനെയാണ് അംഗീകരിച്ചത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഏതെങ്കിലും തരത്തിൽ ആളുകൾ അതിനെയൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെയൊക്കെ ട്രോളുകളാക്കി മാറ്റിയാൽ, എന്നെ വിമർശിക്കുന്നതിന് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ, അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമെന്ന് മാത്രമേ എനിക്കത് കരുതി പറയാനുള്ളൂ. ഞാൻ തന്നെ നേരത്തെ പറഞ്ഞു ഒരു പൊടിക്കടകണമെന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്, കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. വ്യത്യസ്തമായ പേരുകൾ ഉയർന്നു വരും. ആ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരുടെ പേരുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും തെറ്റില്ല. പക്ഷേ അതിൻ്റെ പേരിൽ നേതാക്കന്മാരുടെ ഫ്ലെക്സ് കയറുക, KC വേണുഗോപാലിൻ്റെ ഫ്ലെക്സ് കയറുക, VD സതീശൻ്റെ ഫ്ലെക്സിൽ തുപ്പുക, രമേശ് ചെന്നിത്തലയെ ആക്ഷേപിക്കുക, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന പ്രവണതകൾ അത് ഏത് ആരാധക വൃന്ദം ചെയ്താലും അവരൊരു പൊടിക്ക് അടങ്ങണം അല്ലെങ്കിൽ കുറച്ച് സംയമനം പാലിക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഞാനത് കുറച്ച് അഗ്രസീവായിട്ടാണ് പറയുന്നത്. ഇപ്പം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന ഒരു ആശങ്കകൾ, അല്ലെങ്കിൽ പറയുമ്പോൾ നമുക്കുള്ളിൽ ഗദ്ഗതം വരും എന്ന് പറഞ്ഞതുപോലെ ആത്മരോഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ ചില ശരീരഭാഷയിൽ അത് പ്രതിഫലിക്കും. പക്ഷേ കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ പരമാവധി എൻ്റെ ഇത്രയും വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ പരമാവധി സംയമനവും അല്ലെങ്കിൽ സഹിഷ്ണുതയും വെച്ച് പുലർത്താനാണ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു നിമിഷം ചിലപ്പോൾ നമുക്ക് രോഷമുണ്ടാകും, സ്വാഭാവികമല്ലേ? അപ്പോൾ അതിൻ്റെ പേരിൽ ഇത്തരത്തിൽ ആരെങ്കിലും പറഞ്ഞു എന്നുകൊണ്ട് ഞാനെന്തിനെ ഖേദിക്കണം? അതൊക്കെ ഒരു മനുഷ്യനാകുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ കൂടി പെരുമാറുന്നവരാകണം. വിമർശനങ്ങൾ റെമോയെ പോലെ വന്ന് അന്യനായി മാറിയ ലിജു എന്ന രീതിയിൽ പെട്ടെന്ന് ആളുകൾ ആ കമന്റ് ഒക്കെ. അത് രേണു ഒരു കാര്യം ചെയ്താൽ മതി. അത് രേണു ഒരു കാര്യം ചെയ്താൽ മതി. ഞാൻ ഒരു ദിവസം സുപ്രഭാതത്തിൽ സ്ഥാനാർത്ഥിയായി രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് വന്ന ഒരാളല്ല. എൻ്റെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഞാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിരുന്നപ്പോഴും KPCC ജനറൽ സെക്രട്ടറി ആയപ്പോഴും
സംഘടനാ ജനറൽ സെക്രട്ടറി ആയപ്പോഴൊക്കെ നടത്തിയ പ്രതികരണങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു രാഷ്ട്രീയ വേദിയിൽ പ്രതിഷേധ പ്രസംഗം നടത്തുമ്പോൾ നമ്മൾ തീവ്രമായ രാഷ്ട്രീയ പ്രസംഗം നടത്താറുണ്ട്. ചില വിഷയങ്ങളിൽ വർഗീയതയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ തീവ്രമായി നമ്മൾ ശരീരഭാഷ മാറി പ്രതികരിക്കാറുണ്ട്. അതേസമയം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുമായി, പ്രവർത്തകരുമായി അല്ലെങ്കിൽ മനുഷ്യരുമായി ഇടപെടുന്ന സാധാരണ കാര്യങ്ങൾ നമ്മൾ വളരെ സമചിത്തതയോടെ സംസാരിക്കും. സംവാദങ്ങളിൽ സമചിത്തതയോടെ സംസാരിക്കും. പക്ഷേ മനസ്സിൽ രോഷമുള്ളൊരു കാര്യം വരുമ്പോൾ നമ്മൾ രോഷത്തോടെ പ്രകടിപ്പിക്കണ്ടേ? ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കേണ്ട ശൈലിയിലാണോ എൻ്റെ മുന്നിൽ നമ്മുടെ പ്രസ്ഥാനത്തെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുണ്ടാകുമ്പോൾ രോഷത്തോടെ സംസാരിക്കും? അത് സ്വാഭാവികമല്ലേ? പക്ഷേ ഞാൻ പിന്നീട് എനിക്ക് തോന്നി കുറച്ചുകൂടെ സമചിത്തതയാകുമായിരുന്നു തോന്നി എന്നതിനപ്പുറത്ത് എൻ്റെ ഒരു പൊതുവായ ശൈലിയിൽ അതൊന്നും മാറ്റം വരുത്തുന്നില്ല. പക്ഷേ രോഷം എന്നതും ഒരു ഘടകമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നിട്ടില്ലേ, ഏതൊക്കെ രാഹുൽ ഗാന്ധി പണ്ട് ക്രൈം MP-മാരുടെ സംബന്ധിച്ച് ബില്ല് വലിച്ചു കീറുന്നൊരു പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇന്ത്യൻ സൗമ്യനായ ഒരാളാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും സൗമ്യനായി നിൽക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി രൂക്ഷമായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ശ്രീ ഉമ്മൻചാണ്ടി കേരളം കണ്ട ഏറ്റവും സൗമ്യനായ രാഷ്ട്രീയ പ്രവർത്തനം, എത്രയോ നമ്മുടെ നിയമസഭയിൽ അതിശക്തമായി സംസാരിച്ചിട്ടുണ്ട്. ഇതിന് ശരീരഭാഷയിൽ മാറ്റം ഉണ്ടാകാറില്ലേ? അപ്പോൾ അതൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരാളിൻ്റെ എപ്പോഴും ശൈലി ഒരുപോലെയല്ല. നമുക്ക് ആത്മരോഷം ഉണ്ടാകുമ്പോൾ, സമൂഹത്തിലുണ്ടാകുന്ന കാര്യമ്പോൾ നമ്മുടെ ശരീരഭാഷയിൽ കുറച്ചൊക്കെ മാറ്റം വരും. പക്ഷേ ഞാൻ കൂടുതലും ഞാൻ അന്ന് പറഞ്ഞതിന് ശേഷവും ഞാൻ കൂടുതൽ ആലോചിച്ചപ്പോൾ കൂടുതൽ സമചിത്തത പുലർത്താൻ ശ്രമിക്കണമെന്നൊരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. പരമാവധി അങ്ങനെ തന്നെയാണ്. പക്ഷേ രോഷവും ദുഃഖവും സന്തോഷവുമൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.